വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ തെർമൽ ഡ്രോൺ ക്യാമറ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കാനുള്ള സംഘം സ്ഥലത്തെത്തി. അതേസമയം പ്രദേശത്ത് ആടിനെ കടുവ ആക്രമിച്ചു കൊന്നു. പ്രദേശവാസികൾ പുറത്തിറങ്ങാതെ ജാഗ്രത പാലിക്കണമെന്നാണ് DFO അജിത് കെ രാമൻ 24നോട് പറഞ്ഞത്. ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തുകയും കടുവയുടെ സാന്നിധ്യം ഈ ഒരു സ്ഥലത്ത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അനുകൂല സാഹചര്യം വരികയാണെങ്കിൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയും അതുപോലെ തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസും സംഘവും ഇവിടെ നിലവിലുണ്ട്. അനുകൂല സാഹചര്യം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് തുറസായ സ്ഥലത്ത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു പ്രൊസീജിയറിലേക്ക് ഇന്ന് കടക്കുന്നതാണ്. അതായത് ഈ പറയുന്ന ഈ പ്രദേശത്ത് കഴിവതും ഡിസ്റ്റർബൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് കടുവ ഈ പ്രദേശം വിട്ടുപോവാതെ ഡോക്ടർമാർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഇത് മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുജിത്ത്, കടുവയെ പിടികൂടിയേ പറ്റൂ എന്ന ആവശ്യം നാട്ടുകാർ ഉയർത്തി തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായത്. ഇപ്പോൾ എല്ലാ ദിവസവും അവിടെ കുങ്കിയാനകൾ എത്തിക്കുന്നു, ഒപ്പം ഡ്രോൺ പരിശോധന, RRT സംഘം എല്ലാം ഉണ്ട്. പക്ഷേ ഓരോ ദിവസവും ഓരോ ആടിനെ പിടികൂടി കടുവ എന്ന വാർത്തയാണ് നമുക്ക് പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ? ഏത് മേഖലയിലാണ് ഈ കടുവ സാന്നിധ്യം? അതിങ്ങനെ ഓരോ ദിവസവും ഒരിടത്തേക്കാണ്. അപ്പോൾ അത് പിന്തുടർന്ന് പോകാൻ നമുക്ക് കഴിയുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രവിത, കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഊട്ടിക്കവല എന്ന് പറയുന്ന പ്രദേശത്ത് ബിജുവിൻ്റെ വീടിനടുത്താണ്. അതായത് ആടിനെ കൊണ്ടുപോയ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതിൻ്റെ താഴെയായി ഒരു കാപ്പിത്തോട്ടത്തിൽ കടുവയുണ്ട് എന്നുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു ദൃശ്യം ഈ ഡ്രോൺ വഴിയുള്ള പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഡ്രോൺ വഴിയുള്ള പരിശോധനയിൽ ലഭിച്ച ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ DFO ഉൾപ്പെടെയുള്ളവരുടേക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല ഡോക്ടർ അരുൺ സക്രിയ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘം ആളുകൾ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതൊരു കാപ്പിത്തോട്ടത്തിലാണ് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമുള്ളത്. പക്ഷേ കാപ്പിത്തോട്ടത്തിൽ നിന്ന് അതിന് തുറസായ സ്ഥലത്തേക്ക് മാറ്റിയാൽ മാത്രമേ ഉചിതമായ ഒരു സ്ഥലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു തുറസായ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യമുള്ളൂ എന്നുള്ളത് DFO തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്തായാലും ആ സംഘം അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 4ാമത്തെ ആടിനെയാണ് ഈ കടുവ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യം 7-ാം തീയതി ആയിരുന്നു. 7-ാം തീയതി ഇവിടെ നാരകത്തറയിൽ അമരക്കുനിയുടെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അമരക്കുനിയിൽ ആദ്യം ഒരു പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന നാരകത്തറയിൽ ജോസഫിന്റെ വീട്ടിലെ ആടിനെയാണ് ആദ്യം പിടിച്ചത്. അത് കഴിഞ്ഞ് 9-ാം തീയതി വീണ്ടും ഈ ആടിനെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. തൊട്ടടുത്ത് പള്ളിക്കടുത്തുള്ള രതികുമാർ എന്നയാളുടെ വീട്ടിലാണ് അവിടുത്തെ ആടിനെയാണ് കൊണ്ടുപോയത്. അതിനുശേഷം ഇന്നലെ കേശവൻ എന്ന് പറയുന്ന ദേവർഗദ്ദ എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് കേശവൻ എന്ന ആളുടെ ആടിനെ പിടിച്ചു. ഇന്ന് പുലർച്ചെ സമാനമായ രീതിയിൽ തന്നെ ഒരു സംഭവം കൂടി ആവർത്തിച്ചു. ബിജു എന്ന് പറയുന്ന ഈ ഊട്ടിക്കവല പ്രദേശത്തെ ഒരാളുടെ ആടിനെ പിടിച്ചു. അങ്ങനെ 4 കാറ്റിൽ ലിഫ്റ്റിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗരൂകരായി തന്നെ ഇടപെടുന്നു. അവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇന്ന് ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്നുള്ള തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഏതാണ്ട് ഈ കടുവയെ വളഞ്ഞ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. നേരത്തെ അത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള ആ പരിശോധനയിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന ശുഭവാർത്ത ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്താണ് പ്രതീക്ഷ? ഇന്ന് നമ്മൾ ആളുകളെല്ലാം വളരെ പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇന്ന് 8 ദിവസമായിട്ട് വളർത്തുമൃഗങ്ങളെ 4 എണ്ണത്തിന് പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആളുകളെല്ലാം വളരെ ആശങ്കയിലാണ്. ഇവിടെ DFOയുടെ സന്ദേശം നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് കടുവേനെ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥരും അവരുടെ ടീം എല്ലാം ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കൃഷിക്കാരും ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാം വളരെ പ്രതീക്ഷയിലാണ്. ഇന്ന് ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണ് ശരിക്കും സ്ഥലത്തിന്റെ? കാപ്പിത്തോട്ടങ്ങളൊക്കെ ഇവിടെ കാപ്പിത്തോട്ടം, കവുങ്ങ്, വാഴക്കൃഷി, പിന്നെ കോഴി ഫാം, ഇതെല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. കാപ്പിത്തോട്ടം എന്ന് പറയുമ്പോൾ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന കാപ്പി, അതിൻ്റെ ഉള്ളിൽ ഇതിനെ കടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം ലഭിച്ച സാഹചര്യത്തിൽ ഇവിടുത്തെ ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം. പുറത്തേക്ക് ഇറങ്ങാതെ അധികം ഈ മേഖലയിൽ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത വിധത്തിൽ ഈ ഇടപെടൽ നടത്തണം എന്നുള്ള ആവശ്യമാണ് DFO ഒരു അഭ്യർത്ഥന പോലെയാണ് മുന്നോട്ട് വെച്ചത്. കാരണം ഈ കടുവയെ പിടിക്കണം. ഇവരെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയുണ്ട്. വനംവകുപ്പുകാരെ സംബന്ധിച്ചും സ്വാഭാവികമായി എത്രയും വേഗം പിടികൂടണം എന്നുള്ള ആവശ്യം സഹകരിക്കണം എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുന്നത്. DFO അറിയിക്കുന്നത് അങ്ങനെയാണ്. കടുവയെ പിടികൂടുക എന്നുള്ളത് നാട്ടുകാരോടൊപ്പം ഇപ്പോൾ വനംവകുപ്പിന്റെയും വലിയൊരു ആവശ്യമായി മാറിയിട്ടുണ്ട്. കാരണം അവർ വലിയ പ്രതിസന്ധിയാണ് അവിടെ നേരിടുന്നത്. കടുവ ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ്.